കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ യെരമ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു: യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിലായിരിക്കുന്ന തൻ്റെ ജനത്തെക്കുറിച്ചുള്ള യെരമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. ദൈവം തൻ്റെ ജനങ്ങളെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്നില്ല എങ്കിൽ ഒരു മനുഷ്യനും ദൈവത്തിലേക്ക് വരുവാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുവാനും ദൈവകൃപയിൽ നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ വലിയ കൃപ ആവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, നാം കാണുന്ന ഈ അനുസരണക്കേട്, ദൈവവചനത്തോടുള്ള അനുസരണക്കേടിൽ, പാപത്തിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന പാപങ്ങൾ എല്ലാം ദൈവത്തെയും സുവിശേഷത്തെയും നാം പുച്ഛിച്ച് തള്ളുന്നതായിട്ടാണ് ഇരിക്കുന്നത്. എത്ര കേട്ടാലും, ദൈവവചനം എത്ര തന്നെ കേട്ടാലും ഒരു മടങ്ങി വരവ് പ്രതീക്ഷിക്കാതെ നാം ചെയ്യുന്നത് തന്നെ ശരിയെന്നിരിക്കുമ്പോൾ നിർബന്ധമായിട്ട് നാം ദൈവവചനത്തെ പുച്ഛിക്കുന്നു. കർത്താവ് എല്ലാം കാണുന്നു എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നവർ പലരുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കളെ, കർത്താവ് അവനിലേക്ക് ഒരു മടങ്ങി വരുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയെ അവൻ തേടുന്നു. നമുക്ക് മനസ്സുണ്ടെങ്കിൽ മടക്കി വരുത്തുവാൻ ദൈവം ശക്തനാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിലേക്ക് വേണ്ടി നാം ആദ്യം നമ്മുടെ അനുസരണക്കേടുകൾ, പാവവഴികളെ വിട്ട് മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. നാം അതിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുവാൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഇന്നത്തെ കർത്താവെ കാലത്ത്, കർത്താവെ ദൈവമേ, നിൻ്റെ വചനത്തിന് അനുസരിക്കുന്നു, നിൻ്റെ വചനം കേൾക്കുന്നു, ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടും തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ഒരു മാനസാന്തരം വരുത്താതെ ഇരിക്കുന്ന നിൻ്റെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, അവർ മടങ്ങി വരേണ്ടതിന് തൻ്റെ ജീവിതത്തിൽ, കർത്താവെ, ആദ്യത്തെ കണ്ടീഷനിൽ ദൈവത്തെ അറിഞ്ഞു വന്ന ആ സമയത്തിരുന്നതുപോലെ ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും ഇനിയും ഇവർക്ക് കാണപ്പെടുവേണ്ടതിന് ഇവർക്കൊരു മടങ്ങി വരവ് നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.